everyone, welcome back to my channel. അപ്പോൾ ഞാനിന്ന് വീട്ടിൽ വെറുതെ റിലാക്സ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് അമ്മ ഇന്ന് നെയ് പായസം ഉണ്ടാക്കാമെന്ന് അറിഞ്ഞത്. അപ്പം നെയ് പായസം ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരു റെസിപ്പി വീഡിയോ ആയാലോ. അമ്മയുടെ നെയ് പായസം എൻ്റെ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഡിഷസ് ആണ്. സോ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും ഉണ്ടാക്കാൻ, പക്ഷേ അമ്മ സ്പെഷ്യൽ നെയ് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അമ്മ ഓൾറെഡി പായസം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനും കൂടെ ഒന്ന് വീഡിയോ എടുക്കാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു മൈ മദർ. കുറേ പേര് എൻ്റെ ചേച്ചിയുടെ ചാനലിലേക്ക് കൂടെ കണ്ടു കാണും, ഞാൻ കാണിച്ചു തരാം. ഈ മുഖം നിങ്ങൾക്കൊക്കെ നല്ല ഫെമിലിയർ ആയിരിക്കും. ദിസ് ഈസ് മൈ മോം, ഹർ നെയിം ഇസ് ഇന്ദുലേഖ. അമ്മ ഒരു ഹായ് പറ. അപ്പം അമ്മ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? അമ്മ ഓൾറെഡി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവള് വീഡിയോ ഇട്ട് ഓടി വന്നത്, അമ്മ തുടങ്ങലേ ഞാൻ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഒരു നെയ് പായസം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ നെയ് പായസം ഒരു വെറൈറ്റി. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന നെയ് പായസം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നെയ് പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഒരു ക്രേവിങ്സും കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഒരു 2 months ആയപ്പം ഞാൻ കുറേ ക്രേവ് ചെയ്തൊരു ഡിഷാണ് ഈ നെയ് പായസം അല്ലേ. അപ്പം അതിപ്പോഴും ആ ക്രേവിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. സോ അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് നമുക്ക് നോക്കാം. ഇതിൽ പച്ചരിയാണ്, പച്ചരി കുത്തിയ പച്ചരി. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും, പക്ഷെ ഞാനിവിടെ പറഞ്ഞിട്ട് ഒരാൾ ഒരു ചേട്ടൻ കൊണ്ടുതരുന്നതാണ്. ഇത് നെല്ല് കുത്തിയരി എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതിനുള്ള ഉണക്കലരി കുത്തിയത്. അത് പിന്നെ ശർക്കര, തേങ്ങ ഇടും. ഞാൻ തേങ്ങ, അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്ന നെയ് പായസം അല്ല, എവിടെ ഇഷ്ടമുള്ള നെയ് പായസം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ജനറലി തേങ്ങ ഇടാറില്ല? യൂഷ്വലി ഇടാറില്ല, കുറവാണ് തേങ്ങ ഇടുന്ന നെയ് പായസത്തിന്. സാധാരണ നെയ് പായസത്തിന് അരി അധികം വേവില്ല. നമ്മള് അരവണ പായസം ഇല്ലേ, അപ്പൊ അതിനൊരു ചെറിയൊരു കടിക്കാൻ കിട്ടൂലേ അരി, അപ്പൊ ആ ഒരു വേവിലാണ് എല്ലാരും നെയ് പായസം എന്ന് പറയാ, അരവണ പായസം. പക്ഷെ ഇതല്ല, നന്നായിട്ട് ഞാൻ വേവിച്ചിട്ടാ നെയ് പായസം ഉണ്ടാക്കുന്നത്. അത് പിന്നെ ഞാനൊരു കുറച്ച് തുളസിയും ചെക്കിപ്പൂവും ഇച്ചിരി ചെമ്പരത്തിൻ്റെ ഒരു ഇലയും കൂടി, അല്ല ഒരു ഇതെല്ലാം കൂടി ഇടാറുണ്ട്, പക്ഷെ ചെമ്പരത്തി ഇല്ല. പിന്നെ നെയ്യ്, പിന്നെ ചൂടുവെള്ളം ഇതിൽ ഒഴിച്ചുകൊണ്ടിരിക്കണ്ടേ. ഓക്കെ, അങ്ങനെ അതിപ്പോൾ ബോയിൽ ചെയ്ത് ചൂടുവെള്ളം റെഡിയാക്കി വെക്കണം അല്ലേ. പിന്നെ ഇത് കഴുകിയിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. ഓക്കെ, കുക്കർ ഒന്നും വേണ്ട അല്ലേ വേവിക്കാൻ? അങ്ങനെ ഇതിൽ തന്നെ ഉണ്ടാക്കാം, പച്ചരി ആയതുകൊണ്ട് അധികം സമയം എടുക്കൂല. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അരി കഴുകിയല്ലേ? അപ്പൊ എത്ര പ്രാവശ്യം കഴുകി നമ്മൾ? അത് അതിലേക്ക് അഴുക്ക് പോകുന്ന വരെ. ഇതിപ്പോ ഞാൻ 3 പ്രാവശ്യം കഴിയുമ്പോഴത്തേനും നല്ല സൂപ്പർ കളർ വന്നു. ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിക്കും. ഓക്കെ, ഇനി വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും, അതുവരെ നമുക്ക് ശർക്കര കൂടെ കളിക്കാം. അതെ, നമുക്കിപ്പോ ഇനി ശർക്കര പാവ് ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ, അത് മെൽറ്റ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ വെള്ളം അതിനി തിളക്കാൻ വെച്ചു, വേവാൻ വെച്ചു. നമ്മൾ ശർക്കര ബോയിൽ വാട്ടറിൽ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യണം അല്ലേ? ബോയിൽ വാട്ടർ ഇട്ടില്ലല്ലോ, അതിങ്ങനെ തിളക്കണം. ഓക്കെ, കണക്കൊന്നും ചോദിക്കരുത്, ഇത്ര അരിക്ക് ഇത്ര ബെല്ലെടുക്കണം, ഇത്ര നെയ്യ് എടുക്കണം എന്നും ചോദിക്കരുത്, അതൊക്കെ കണക്കാണ്. അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജാഗറി മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി ഞാൻ സിംഗപ്പൂർ വാങ്ങിക്കുന്നത് ബ്രോക്കൺ ജാഗറിയാണ്, അത് ഇവിടെ കിട്ടുമോ? അപ്പം അതാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് അല്ലേ? പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതിന് സ്വീറ്റ്നെസ് കുറച്ച് എന്തോ ഒരു പ്രശ്നം കുറവ് എന്നല്ല, ഒരു ഒറിജിനാലിറ്റി വരാത്ത പോലെ ഒരു ശർക്കരയുടെ. പക്ഷെ ഞാൻ യൂസ് ചെയ്യലുണ്ട്, അത് ചായക്കെല്ലാം ഞാനതിടും പഞ്ചസാരക്ക് പകരം. അമ്മയുടെ ടാറ്റു ഉണ്ടോ? നമ്മളെ ഫാമിലിയിലാകെ ഒരാൾക്ക് ടാറ്റു ഉള്ളൂ. ഇത് ഈ 4 സ്റ്റാർസ് എന്തൊക്കെയാ അമ്മ? ഇതോ പറയട്ടെ? പറഞ്ഞു. 4 അല്ലേ? അമ്മ ഓരോരുത്തരെ കാണുമ്പോ മാറിയാണ് പറയാ. ഓക്കെ, എന്നാലും എന്നോട് പറഞ്ഞു. ഇത് വേണ്ട, എന്നാലും പറഞ്ഞു സാരല്ല, ഞാനില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഒരു ഹാർട്ടും അതിൻ്റെ അകത്ത് 4 സ്റ്റാർസും. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ജാഗറി ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ അരിയും വെന്തുകൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കിച്ചണിൽ കുക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് ആദ്യം മുടി കെട്ടി വെക്കണം. ഓക്കെ, എല്ലാവരും ഓർക്കുക. ഞാൻ കുക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ മുടി കെട്ടി വെക്കുന്നത്. അതെ, അപ്പം എല്ലാവരും ഓർക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ഒക്കെ ഫുഡിലൊക്കെ പോയി വേറെ ആരെയും കഴിച്ച് മുടിയൊക്കെ അതിൽ കിട്ടുമ്പോൾ മോശമല്ലേ? ഓക്കെ. അപ്പം നമ്മൾ അരി വെന്തു അല്ലേ? അരി വെന്തു, ജാഗരി മെൽറ്റായി. ഇനി ഇതിലേക്ക് നല്ല ജാഗരി ആയിരുന്നു. ഇതൊന്നും ഇല്ല, അരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സാധാരണ നമ്മൾ ജാഗരി മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അരിക്കണം. എന്തെല്ലാം പൊടിയുണ്ടാവും. നല്ലോണം വെന്തു ഇതാ ഉണ്ടല്ലേ, നല്ലോണം വെന്തു. ഇങ്ങനെ വേകുന്നത് ഇവിടുത്തെ അച്ചമ്മക്കെല്ലാം നല്ല ഇഷ്ടം. അച്ചമ്മയ്ക്ക് കുറച്ചൊന്ന് കടിക്കാൻ കിട്ടിയാലും അച്ചമ്മ പറയും എൻ്റെ പല്ലിന് പറ്റുന്നില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ നല്ലോണം വേവിക്കും. എനിക്ക് നമ്മളിത് ഒഴിക്കുവേ. ഓക്കെ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയിച്ചു, നമ്മൾ ജാഗരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അരി വേവില്ല. ഓ അതെയോ? അതുകൊണ്ട് കുറച്ച് വേവുന്നതിന് മുമ്പേലും ജാഗരി ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം നല്ല കട്ടിയാവും അല്ലേ? കടിക്കുമ്പോൾ ഇങ്ങനെ കല്ല് പോലെ ഉണ്ടാവും. പിന്നെ അതുപോലെ അരിയിൽ നമ്മളിപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടായിട്ടില്ലല്ലോ, കുറച്ച് വെള്ളത്തിൽ തന്നെ നമ്മളിത് ഒഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇനി നമ്മളിത് വഴറ്റുന്നവരെ ഒരു കട്ടിയാവുന്നവരെ ഇങ്ങനെ വഴറ്റും. നമ്മൾ നെയ്യിടും. നേരത്തെ പറഞ്ഞ പോലെ അളവൊന്നും പറയാൻ അറിയില്ല. അതൊരു അത് നിങ്ങൾക്ക് തോന്നുന്ന പോലൊക്കെ അങ്ങ് ഇട്ടോളൂ. ഇതിപ്പോ ഉണ്ടാക്കുന്നത് നമ്മള് ഉരുളിയിലാണല്ലേ? ഉരുളിയിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് അല്ലേ? ഓക്കെ. ഉരുളിയിൽ ഒഴിച്ചതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ചും ഡിന്നറും ഞാൻ 3 നേരം വേണമെങ്കിൽ കഴിക്കും, എല്ലാ ദിവസവും കഴിക്കും. അപ്പം അതിൻ്റെ വീഡിയോ ഒരു ദിവസം നമുക്ക് എടുക്കാം അല്ലേ അമ്മ? ഓക്കെ. അത് ഒരു ദിവസം മുന്നേ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ നീർദോശ അതും ഒരു ദിവസം ചെയ്യാം. ആക്ച്വലി ഇല്ലേ, നീർദോശ മാംഗ്ലൂർ സൈഡിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലും അത് വന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞത് എന്താ അറിയോ, ഈ മാംഗ്ലൂർ ഉണ്ടാക്കുന്ന നീർദോശയില് അവര് തേങ്ങ ഇടൂലെന്ന്. ഓക്കെ. പക്ഷെ നമ്മൾ തേങ്ങ ഇടും. നമ്മൾ തേങ്ങയും അരിയും കൂടെ അരയ്ക്കും. രാവിലെ തലേ ദിവസം കുതിർത്ത അരിയില് രാവിലെ അരയ്ക്കും. ഓക്കെ. പക്ഷെ അങ്ങനെ കടിക്കുമ്പോ അങ്ങനെ തോന്നൂല അല്ലെ തേങ്ങ ഉണ്ടെന്ന്? അരയ്ക്കും. ഓക്കെ. തേങ്ങയുടെ കൂടെ അരയ്ക്കും. ഓക്കെ. അപ്പൊ നെയ്പായസം ഓൾമോസ്റ്റ് ഇപ്പം സ്പെഷ്യൽ എൻട്രി ഒരു ചെമ്പരത്തിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ചെമ്പരത്തിയുടെ ഒരു ഇതെല്ലാം കൂടി ഇടാം. ഒരു ഇതെല്ലാം ഇട്ടാൽ മതി. ഓക്കെ. കഴുകാട്ടെ. അപ്പൊ ഇതില് നമ്മള് ഉപ്പ് ഒന്നും ഇടാറില്ല അല്ലെ? ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ. ഓക്കെ. ഒരു നുള്ളുപ്പ്, അധികം ഉപ്പിടാൻ പാടില്ല. ഓക്കെ. അപ്പൊ പായസം ഉണ്ടാക്കുമ്പോ ഉപ്പിടണം അല്ലേ? വെള്ള പായസം ഉണ്ടാക്കുമ്പോൾ നമ്മള് ഉപ്പിടണം. അപ്പൊ അല്ലെങ്കിൽ അതൊരു ബാലൻസ് ആവില്ല. ഇതാ ഇത്രയേ വേണ്ടുള്ളൂ. ഓക്കെ. ഒരു 1/2 ടീസ്പൂൺ, അരയില്ല, ഒരു നുള്ളുപ്പ്. ഓക്കെ. പിഞ്ച് ഓഫ് സോൾട്ട്. അപ്പൊ ഈ ഒരു നെയ്പായസം ഇപ്പൊ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നതിലും കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടൊക്കെ മാറി കുടിക്കുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ഇതിലും ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കുടിക്കുന്നതും കൂടെയാണ്. നമ്മളിവിടെ അമ്പലത്തിലില്ലേ കാവില് നെയ്പായസം കിട്ടുമോ? അവര് ആക്ച്വലി തേങ്ങയിടും. ഓക്കെ. ഇവിടെ നമ്മൾക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള അമ്പലമുണ്ട്, ഭഗവതി കാവ്. അപ്പൊ അവിടെ എല്ലാ ദിവസവും അവിടുത്തെ പ്രസാദമാണ് ഈ നെയ്പായസം. വരുമ്പോ നമ്മൾ ഇതാണ് പ്രസാദം. നമ്മൾ തലേദിവസം പറയും. അതെ. അപ്പൊ നമ്മളുടെ സ്റ്റാർ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവുമ്പോ നമ്മള് കാവില് പോയിട്ട് തേങ്ങ ഇടാൻ പോവാട്ടോ. അപ്പൊ നമ്മള് സ്റ്റാർ ബർത്ത്ഡേ ഒക്കെ ആവുമ്പോ നമ്മള് കാവില് പോയി നമ്മള് ഒരു തൂക്കുപാത്രത്തില് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് മുമ്പ് വരാറുണ്ടായിരുന്നു.
ആ ഒരു മെമ്മറിയിൽ നിന്നാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് ആദ്യം കിട്ടിയത്. ഇതിപ്പോൾ തേങ്ങ ഇട്ട് അത് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് എളുപ്പമാണ്, ജസ്റ്റ് അരി വേവുന്ന ടൈം മാത്രം അത്രേ ഉള്ളൂ. പിന്നെ ഈ അരി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എനിക്കൊക്കെ അവിടെ പോയിട്ട് ഇത് ഇങ്ങനത്തെ അരി കിട്ടാൻ ഡിഫിക്കൽട്ടായിരിക്കും. ഇതിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഈ അരിയിലല്ല, പുഴുങ്ങലരിയിൽ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലായിരിക്കും ടേസ്റ്റ്. അതെ, നാട്ടിലാകുമ്പോൾ പിന്നെ ഇതൊക്കെ ഈസിലി അവൈലബിൾ ആണ്. ശങ്കടു എണീറ്റ്, ശങ്കടുവിനെ എടുത്തിട്ട് വരാം, കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയല്ലേ? ഇനി ലാസ്റ്റ് ഗാർണിഷിങ് അല്ലേ? എന്താ പറയുക, നമ്മൾ ഈ ചെമ്പരത്തിയും ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ പ്രസാദത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. എന്താണ് നമ്മൾ ഇടുന്നത്? ഇത് ചെമ്പരത്തി, ചെക്കിപ്പൂ, പിന്നെ തുളസി ഇതിടുമ്പോൾ നമുക്കൊരു നെസ്റ്റ് അടിക്കും. അപ്പോൾ ഇതിപ്പം നമ്മൾ മിക്സ് ചെയ്ത് ട്രൈ ചെയ്യുമ്പോൾ ഷുഗർ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇനി ജാഗറി ഇടണോ? ജാഗരി കുറവാണെങ്കിൽ ജാഗരി ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് കുറച്ച് നേരം കൊടുത്താൽ, അല്ലെങ്കിൽ പഞ്ചസാര ഇടില്ല അല്ലേ? ശർക്കര പായസം. ഓക്കെ, ഓഫ് ചെയ്യാം അല്ലേ? ഓഫ് ചെയ്യാം. അപ്പം നെയ് പായസം റെഡി. ഇനി ടേസ്റ്റിംഗ് സെഷനാണ്. കുറച്ച് ചൂട് പോയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ടേസ്റ്റ് ചെയ്യാം. ഇതിന്റെ വേറെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഇതില് ഏലക്കരിയോ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതൊന്നും ഇടില്ല. ഇത് വെറും ഓതന്റിക് ഇങ്ങനെ ചെയ്യുന്ന. മറ്റേതിലിട്ടാൽ ഒരു പായസമായിപ്പോ, നമ്മള് നോർമൽ പായസം മാതിരി, അരിപ്പായസം മാതിരി ആയിപ്പോ. ഇതിൽ അതൊന്നും നമ്മൾ ഇടില്ല. പിന്നെ എക്സ്ട്രാ കുറച്ച് ലവ് ഇടണം അല്ലേ? അമ്മാസ് ലവ്. ചൂടുണ്ട്. ഫേവറേറ്റ് പായസം. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല, മധുരം കറക്റ്റാ. സൂപ്പർ. ഇത് ഞാനിപ്പോൾ ഇത് ഫുള്ള് കഴിക്കില്ല, ഞാനിതിൻ്റെ ചൂട് പോയിട്ട് കഴിക്കൂ, അല്ലെങ്കിൽ കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കും. അങ്ങനത്തെ ചില പ്രാന്തുണ്ട് അല്ലേ? അതെ. സൂപ്പർ, യമ്മി അമ്മ. സോ ഗുഡ്, യമ്മി. ഇത് കുറച്ച് നേരം തണുക്കുമ്പോ നല്ല ടൈറ്റ് ആവും. സൂപ്പർ അല്ലേ? സൂപ്പർ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക അല്ലേ? ഓക്കെ, ട്രൈ ചെയ്തിട്ട് കമൻസിൽ അറിയിക്കും കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. അൻറ്റിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.